ബൈക്ക് ഓടിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നൊരു അനുഭവമാണത്. സൈഡ് സ്റ്റാൻഡ് തട്ടാൻ മറക്കുന്നത്. എല്ലാവർക്കും സൈബർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരു ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡ് സേഫ്റ്റിയാണ്. സൈഡ് സ്റ്റാൻഡ് തട്ടാതെ നമ്മൾ ഒരുപാട് ദൂരം പോകും, അറിയാതെയാണ് പോകുന്നത്. അപ്പോൾ മനുഷ്യരാണ് മറിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഡിം ആൻഡ് ബ്രൈറ്റ് സിസ്റ്റമാണ്. അത് ഒരുപാട് പേര് കണ്ട് നല്ല കമൻറ്റ്, ഒരുപാട് കമ്പനികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കാണാം. നമ്മുടെ ഈ സ്റ്റാൻഡ് തട്ടിക്കുന്ന വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. സ്റ്റാൻഡ് തട്ടാതെ എത്ര വണ്ടി സെൽഫ് അടിച്ചിട്ടും കാര്യമില്ല, വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിക്കും സിസ്റ്റം ഉണ്ട്. സോ നമുക്കിത് ചുരുങ്ങിയ കോസ്റ്റ് നമുക്കിപ്പോൾ ഉള്ള വണ്ടിക്ക് സെറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് രക്ഷപ്പെടാം. കാരണം സ്വാഭാവികമാണ്, നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരുപാട് തവണ നമ്മൾ പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ നിർമ്മിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സിമ്പിൾ പുഷ് ബട്ടണാണിത്. പുഷ് ബട്ടണാണ്. പിന്നെ ഒരു വയറ് ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തു. ഇനി മറ്റേ കണക്ഷൻ കൂടി കൊടുക്കാം. കൊണ്ട് ഒട്ടിച്ചു, ടാപ്പ് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു. പക്ഷെ വലിയ ഒരു വയറാണിത്. ഇനി നമുക്കിത് ഈ സ്റ്റാൻഡിൻ്റെ ഇടയിലായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾ ബാഡ്ജ് ഇട്ടിട്ടുള്ളതാണിത്. നമുക്കിത് എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തിയാൽ മതി. നല്ല ഉറപ്പിൽ നിൽക്കണം, പോരാത്ത രൂപത്തിൽ ഇത് കാണാൻ പറ്റും. ആ സ്വിച്ച് അമരുന്ന രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. സ്റ്റാൻഡ് തട്ടുമ്പോൾ ആ സ്വിച്ച് ഉള്ളിലോട്ട് പോകും. ആ സ്വിച്ച് ഓൺ ആവുന്ന രൂപത്തിലായിരിക്കണം വെക്കേണ്ടത്. സ്റ്റാൻഡ് ഇടുമ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന രൂപത്തിലാണ് ആ സ്വിച്ച് വെക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ വെച്ചിട്ടുള്ളതെന്ന്. ഇനി നമുക്ക് ഈ വയറിൻ്റെ കണക്ഷൻ കൊടുക്കാം. വയർ നമുക്ക് ഇതിലൂടെ സീറ്റിൻ്റെ അടിയിലോട്ട് എടുത്ത് ഇങ്ങോട്ട് ഒട്ടിച്ചൊക്കെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ മെയിൻ വയർ ആണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ പല വണ്ടിക്കും പല രൂപത്തിലായിരിക്കും മെയിൻ വയർ വരുന്നത്. അപ്പോൾ എന്നിട്ട് അത് കട്ട് ചെയ്യണം. പവർ വയറാണിത്. ഇനി നമുക്ക് ആ സ്വിച്ചിൻ്റെ രണ്ട് വയറും ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ പിരിച്ച് വെക്കാം. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിക്കണം. ഷോർട്ടാവാതെ ശ്രദ്ധിക്കാനാണ്. എന്നിട്ട് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിക്കണം, ഷോർട്ടാവാതിരിക്കാനാണ്. നമ്മൾ ഒട്ടിച്ചു. ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് ഒന്ന് ഒട്ടിക്കാം. മറ്റേ ഭാഗം നമ്മൾ ഒട്ടിച്ചു. ഇനി ഇതൊന്ന് ഉള്ളിലോട്ട് വെക്കാം. അപ്പം ഇത്രയുള്ള ഇതിൻ്റെ വർക്ക്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.